ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു Vtube ചാനൽ. നമ്മുടെ ഇന്നത്തെ ഐറ്റം ചക്ക കൊണ്ടുള്ള ഒരു വിഭവമാണ്. നമുക്കതുണ്ടാക്കി വെച്ചാൽ 1-2 വർഷം വരെ കേടുകൂടാതെ സൂക്ഷിക്കാം. ആവശ്യമുള്ള സമയത്ത് എടുത്ത് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് അധികം നീട്ടിയൊന്നും പോവാതെ തന്നെ നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാ ചക്ക പപ്പടം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ചക്ക ചുള പറിച്ച് എടുത്തിട്ടുണ്ട്. നല്ല മൂത്ത ചക്ക വേണം കേട്ടോ. ഇളയ ചക്കയായാൽ അത്ര ഒരു ഇത് കിട്ടൂല. അപ്പം മൂത്ത ചക്ക ചുളയെല്ലാം പറിച്ച് ഇത് അതിൻ്റെ ചെവിണിയെല്ലാം പോക്കണം. ഇതാണ് ചെവിണി. ഇതെല്ലാം പോക്കി കുരുവെല്ലാം കളഞ്ഞ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. അപ്പം ഞാൻ ഇതെല്ലാം ബാക്കിയും കൂടെ കഷ്ണാക്കി മുറിച്ചെടുത്തിട്ട് ബാക്കി കാണിച്ചു തരാം. ഇതാ ചക്ക ചുളയെല്ലാം എടുത്ത് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വേസ്റ്റാണിത്. അതിൻ്റെ ചെവിണിയും ബാക്കിയുള്ള പാർട്സ് അത് നമുക്ക് ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഈ ചക്ക നമുക്കൊരു കുക്കറിലിട്ട് വേവിക്കണം. കുക്കറിലിട്ട് കുറച്ച് മുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയായിട്ട് കുറച്ച് വെള്ളത്തിൽ വേവിക്കണം. ഒരുപാട് വെള്ളം വെക്കരുത് കേട്ടോ. വേവിച്ചിട്ട് നമുക്കിത് ഉടച്ചെടുക്കാനാണ്. അപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വേണം നമ്മൾ വെള്ളം വെക്കാൻ. കുറച്ചേ വെള്ളം വെക്കാം, അധികം വെക്കാൻ പാടില്ല. ഇതിപ്പോൾ കുറച്ച് കൂടുതലുണ്ട്. ഞാൻ 1-2 ട്രിപ്പായിട്ട് അല്ലെങ്കിൽ 1-2 കുക്കറിൽ വേവിച്ചെടുക്കും. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് വേവിക്കുകയെന്ന് കാണിച്ചു തരാം. ഇതാ ചക്കച്ചുളയെല്ലാം അപ്പം ഞാനൊരു കുക്കറിലാക്കിയിട്ടുണ്ട് കേട്ടോ. വലിയ കുക്കറാണ്, 10 ലിറ്ററിൻ്റെ കുക്കറാണ്. ഇപ്പോൾ ഇനി ഇതിലേക്ക് നമ്മളിതാ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ പോലെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അത് നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ കൂടുതലിട്ട് കേട്ടോ. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണ് പൊടിയുപ്പാണ്. ഇതാ അത് ഇട്ട് കൊടുക്കുക. ഇത്രയും മതി. എന്നിട്ട് ഇതിൻ്റെ മേലെ കുറച്ച് വെള്ളം ഒഴിക്കുക നമ്മൾ. ഞാനിതാ ഇങ്ങനത്തെ ഒരു മഗ് വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ ചക്കയ്ക്ക് ഓരോരോ ആവശ്യത്തിനനുസരിച്ച് നിങ്ങളെ ചക്കേൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വെള്ളം ഒഴിക്കട്ടെ. ഒരുപാട് വെള്ളമാവാനും പാടില്ല. പക്ഷേ ഈ ചക്ക ഒന്ന് വെന്ത് കിട്ടണം. വെള്ളം അധികം വേണ്ട. ഇതിപ്പോൾ ഒരു മഗ് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. എന്നിട്ട് ചക്ക നമ്മൾ ഒരു 3 വിസിൽ വരുത്തുക. 2-3 വിസിൽ. അപ്പോഴത്തെ 2 വിസിലടിച്ചാൽ തന്നെ നല്ലോണം വെന്തോളും. ഒരു 3 ആയിക്കോട്ടെ. നല്ല പേസ്റ്റ് പോലെ വെന്ത് കിട്ടണം. നമുക്കിത് മിക്സിയിൽ ഇനി അടിച്ചെടുക്കാനുള്ള ചൂട് തണിഞ്ഞിട്ട്. അപ്പോൾ ഇത് ഞാനൊരു 2 വിസിലടുപ്പിക്കട്ടെ. ഇതാ ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി 2 വിസിൽ വരുന്നവരേക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇതാ 2ാമത്തെ വിസിലും വന്നു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഞാൻ ഇത് നാളെ രാവിലെ എടുക്കുന്നു. ഇപ്പോൾ രാത്രിയാണ്. അപ്പം നല്ലപോലെ ഒന്ന് തണിഞ്ഞിട്ട് നമുക്ക് മിക്സിയിലിട്ട് അടിക്കാനുള്ളതാണ്. ഇതിപ്പോൾ നമ്മൾ ഇന്നലെ വേവിച്ച് വെച്ച ചക്കയാണ്. ഞാനെല്ലാം അതെല്ലാം പോയി തണുക്കട്ടെ വിചാരിച്ചു ഇന്നാണ് എടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇതെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മിക്സിയുടെ ജാറിലിട്ട് കുറേശ്ശായിട്ട് അടിച്ചെടുക്കണം. വെള്ളമൊന്നും അധികം ഒഴിക്കേണ്ട. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അടിയുന്നില്ല, ബുദ്ധിമുട്ടുണ്ട് അടിക്കാനെങ്കിൽ 1 സ്പൂണ് വെള്ളം അങ്ങനെയൊക്കെ മാത്രം ഒഴിച്ചാൽ മതി. അപ്പം ഞാൻ ഇതെല്ലാ ചക്കയും ഇതുപോലെയൊന്ന് മിക്സിയിലിട്ട് അടിച്ച് എടുക്കട്ടെ. ഇതാ 1ാമത്തെ ട്രിപ്പ് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇത്തിരി വെള്ളം ഒഴിച്ചില്ല കേട്ടോ. അതിന്ന് കഷ്ണങ്ങൾ മാത്രം കോരിയിട്ടതാണ്. അപ്പോൾ ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഇടാവും കേട്ടോ. മിക്സിയുടെ ജാറിൽ കുറച്ചിട്ടിട്ട് ഇങ്ങനെ അടിച്ചെടുക്കുക കേട്ടോ. ഒരുപാട് ഇട്ടാൽ ചിലപ്പോൾ അടിയാൻ ബുദ്ധിമുട്ടാണ്. കുറേശ്ശെ ഇട്ട് അപ്പം ഞാൻ എല്ലാം കുറേശ്ശെ ഇതുപോലെ ഇട്ട് എല്ലാം ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇതാ ചക്കച്ചുള മുഴുവനും ഞാൻ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു 10-12 പ്രാവശ്യം ഞാൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. കുറേശ്ശെ ഇട്ടിട്ട് ഇനിയിപ്പോൾ ഈ സമയത്ത് നമ്മൾ നോക്കുക ഇതിൽ ഉപ്പുണ്ടോ കുറവാണോ എന്ന് കേട്ടോ. ഇത് പാകമാണ്. ഞാനിപ്പം നോക്കി. അപ്പം നിങ്ങൾക്ക് കുറവ് തോന്നുന്നുണ്ടെങ്കിൽ അന്നേരം കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്യുക കേട്ടോ. ഇനി അതല്ലാതെ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട കുറച്ച് സംഭവങ്ങളുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇതാ കുറച്ച് കായപ്പൊടി, കായം, ഒരു ടീസ്പൂൺ പോലെ ഇട്ടിട്ടുണ്ട് കായപ്പൊടി. പിന്നെ ഇതാ 2 ടേബിൾ സ്പൂൺ ജീരകം. നല്ല ജീരകമാണ്, കഴുകി അരിച്ചതാണ്. കല്ലൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് കഴുകി അരിച്ചിട്ടേ ഉണ്ടാവും. 2 ടീസ്പൂൺ അതുപോലെ 2 ടേബിൾ സ്പൂൺ എള്ള്. അതും ഇതുപോലെ കഴുകി അരിച്ചതാണ്.
പിന്നെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1.5 ടേബിൾ സ്പൂൺ സാധാരണ ചില്ലി, അതായത് എരിവുള്ള മുളക്. ഇനിയിപ്പം നിങ്ങൾക്ക് എരിവ് കൂടുതലോ കുറയ്ക്കുകയോ ചെയ്യണമെങ്കിൽ ചെയ്യാം. കാരണം ചെറിയ കുട്ടികളൊക്കെ കൺസിഡർ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഇത്ര ഇട്ടിട്ടുണ്ട്. ഇത് ഒരുപാടൊന്നും അധികം ഉണ്ടാവില്ല. പിന്നെ അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചത് 1/2 ടേബിൾ സ്പൂൺ. ഇത്രയും സാധനങ്ങളിട്ട് എന്നിട്ട് നമ്മളിത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. കൈ തന്നെ വെച്ച് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാനിത് ഒന്ന് നല്ലപോലെ കൈ വെച്ച് കുഴച്ചെടുത്തിട്ട് കാണിച്ചു തരാം. ഇതാ ഞാൻ കൈവച്ച് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനൊന്ന് ടേസ്റ്റ് നോക്കി. അപ്പം നോക്കിയപ്പോൾ എരിവെല്ലാം കൂടി വന്നപ്പോൾ ഉപ്പ് ലേശം കുറവുണ്ട്. അപ്പം നമുക്ക് കുറച്ചുകൂടെ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഞാനിനി ഒന്നും കൂടെ കുഴച്ചെടുക്കുക കേട്ടോ. കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ കുഴച്ചെടുക്കാം. നമുക്ക് ഉപ്പെല്ലാം എടുത്ത് എത്തണം കേട്ടോ. അപ്പോൾ ഇത്ര മതി. ഇപ്പോൾ ഇത് റെഡിയായി കേട്ടോ. ഇതാ ഇപ്പം എല്ലാം ഉപ്പ് എല്ലാം എടുത്ത് എത്തിയിട്ടുണ്ട്. എരിവെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെന്ത് ചെയ്യണം, കുറേശ്ശെ എടുത്തിട്ട് ഒരു ഇലയിൽ വെച്ച് പരത്തിയെടുക്കണം. എന്നിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. 2 ദിവസം ഉണക്കണം നമ്മളിത്, എന്നാലേ ഇത് റെഡിയായി കിട്ടുള്ളൂ. അപ്പം ഞാൻ ഇനി എങ്ങനെയാണ് ഇലയിൽ പരത്തുക എന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇതാ മാവെല്ലാം നമ്മൾ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ കുറച്ചൊരു സ്പൂണിലെടുക്കുക. എന്നിട്ടിതാ ഒരു വാഴയില നല്ല കഴുകി വൃത്തിയാക്കുക കേട്ടോ. അതിൻ്റെ ബാക്ക് സൈഡിലാണ് ചെയ്യേണ്ടത്. ബാക്ക് സൈഡിൽ ഇതാ ഞാനിപ്പോൾ ഇതൊരു പാത്രത്തിൽ കുറച്ച് എണ്ണ, നല്ല എണ്ണയും വെള്ളവും കൂടി ചേർത്തതാണ്. എന്നിട്ട് അത് തൊട്ട് ഇതിൻ്റെ ബാക്കിലൊന്ന് പരട്ടി. അപ്പം മെഴുക്ക് കിട്ടില്ല നമുക്ക്. എന്നിട്ട് ഇതാ കൈ കൊണ്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക കേട്ടോ. പെട്ടെന്നൊന്നും പരത്താനാവില്ല, ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. ഇടയ്ക്ക് കൈ കിട്ടുന്നില്ലെങ്കിൽ ഒന്നിതാ ഇത് വെച്ച് കൊടുക്കുക. വെള്ളത്തിലൊന്ന് തൊടുക. എണ്ണയുള്ള വെള്ളത്തിൽ ഒന്ന് തൊട്ടിട്ട് നല്ല ഷേപ്പാക്കി ഇങ്ങനെ എടുക്കുക. അപ്പം ഇതുപോലെ പരത്തി എടുക്കുക കേട്ടോ. ഇതാ ഞാനൊന്നും കൂടെ പരത്തി വെച്ചിട്ടുണ്ട്. ഇലേൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. അപ്പുറത്തെ സൈഡായ എന്താ അറിയുക, ഇതിൻ്റെ വര വീഴും. അപ്പം ബാക്കിലായാൽ നല്ല. അങ്ങനെ എല്ലാ ഇലകളിലും പരത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വെയിലത്ത് വെച്ച് ഉണക്കണം കേട്ടോ. നല്ല വെയിലുള്ള ദിവസം ഇനി നിങ്ങൾ ശ്രമിക്കാൻ പാടുള്ളൂ. വെയിലില്ലാഞ്ഞാൽ പിന്നെ ഒരു ഉപായമുണ്ട്. നമുക്ക് അടുപ്പുണ്ടല്ലോ, അടുപ്പത്ത് വെക്കുക. ഇതുപോലെ പാത്രത്തിൻ്റെ മേലെയാക്കിയിട്ട് പാത്രം ഒന്ന് അടുപ്പത്ത് വെക്കുക. ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് സ്റ്റീം ചെയ്യുക. അതിൻ്റെ മേലെ ഇതുപോലെ ഒരു മൂടി വെച്ച് കൊടുത്തിട്ട് ചൂടാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഒരു ഭാഗം ഉണങ്ങിയാൽ ഒന്ന് തിരിച്ചിട്ട് ഉണക്കുക. അതുപോലെ വെയിലുണ്ടെങ്കിൽ 2 ദിവസത്തെ വെയിൽ മാത്രം മതി. അപ്പം ഞാൻ എല്ലാം ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ട് ഒന്ന് വെയിലത്ത് വെക്കട്ടെ കേട്ടോ. ഇതാ ഞാനിപ്പോൾ ഇതാ ഇങ്ങനെയാണ് വെച്ചത് കേട്ടോ. ഇവിടെ അടുപ്പത്ത് കുറച്ച് തീ കത്തിക്കുന്നില്ല, ചകിരിയെല്ലാം ഇട്ട് കുറച്ച് ചൂടാക്കി ഇതാ അടുപ്പിൽ തന്നെയൊക്കെ തുടച്ചിട്ട് ഇതിൻ്റെ മേലെയും വെച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് പറ്റുന്നിടത്തോളമൊക്കെ ചെയ്യാം. അപ്പം ഞാൻ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി കാണിച്ചു തരാം. ഇതാ ചക്കപ്പപ്പടം ഏകദേശം എല്ലാം ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ വെയിലുണ്ടായില്ല, ഇനി നാളെ വെയിൽ വന്നാൽ ഇനി ഒന്നുകൂടെ വെയിലത്ത് ഉണക്കിയെടുക്കാം. ഇതാ ഇത്രയുണ്ട്. ഇത് കുറച്ച് ഉണങ്ങിയതെല്ലാം ഞാൻ എടുത്തു വെച്ചതാണ്. ഇനി ഇതെല്ലാം എടുത്തു വെച്ചിട്ട് നാളെ വെയിൽ വന്നാൽ വെയിലത്ത് ഒന്നുകൂടെ നല്ലപോലെ ഉണക്കിയെടുക്കാം. ഇതാ നമ്മൾ ചക്കപ്പപ്പടം ഇപ്പോൾ എടുത്ത് ഇന്ന് എന്തോ ഒരു ഭാഗ്യത്തിന് നല്ല വെയിൽ കിട്ടി. അപ്പോൾ ഓരോന്നായി എടുത്ത് ഇതുപോലെ ബെഡ്ഷീറ്റ്, നല്ല വൃത്തിയുള്ള തുണിയിലോ ബെഡ്ഷീറ്റിലോ എന്തെങ്കിലും ഇട്ട് ഉണക്കിയെടുക്കുക കേട്ടോ. നല്ലപോലെ ഉണക്കിയാൽ നമുക്ക് എടുത്ത് വെക്കാം. വൈകുന്നേരം വരെ വെയിൽ കിട്ടിയാൽ ഭാഗ്യം. ഓക്കെ, ഇതാ വൈകുന്നേരം വരെ ഉണങ്ങിയതാണ്. ഇന്ന് എന്തോ ഭാഗ്യത്തിന് നല്ല വെയിൽ കിട്ടി. ഇപ്പം കുറച്ച് മങ്ങൽ വന്നിട്ടുണ്ട്. ഇപ്പം ഇതെല്ലാം നല്ലോണം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ? അപ്പോൾ ഇനി ഇതെല്ലാം കളക്ട് ചെയ്ത് വെക്കാം. ഇതൊന്ന് ഞാൻ 1-2 എടുത്ത് ഒന്ന് വറുത്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് ഞാൻ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. എല്ലാം ഇപ്പം മുഴുവൻ എടുക്കുകയൊന്നുമില്ല, കുറച്ചെടുത്ത് അതിന് ബാക്കി സൂക്ഷിച്ച് വെക്കുക. അപ്പോൾ എല്ലാം കളക്ട് ചെയ്ത് വെക്കട്ടെ. ഇനി ഞാനിതെങ്ങനെയാണ് നമ്മൾ എണ്ണയിൽ വറുത്തെടുക്കുക എന്ന് കാണിച്ചു തരാം. ഇതാ ഇപ്പം ഞാൻ ടെറസിൻ്റെ മുകളിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ എല്ലാം നല്ല പോലെ ഉണങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് കേൾക്കാനുള്ള ശബ്ദം. അപ്പോൾ ഇനി ഞാനിതൊരു കണ്ടെയ്നറിൽ ഇട്ട് വെക്കുകയാണ്. ഇതാ നമുക്ക് ആവശ്യത്തിന് എടുത്ത് വറുത്ത് ചായയുടെ കൂടെയൊക്കെ കഴിക്കുക വൈകുന്നേരമായാലും. ഇനിയിപ്പോൾ ചോറിൻ്റെ കൂടെ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം നല്ല എരിവെല്ലാം ഉണ്ട് ഇതിൽ.
മുളകെല്ലാം ഇട്ടതാണ്. അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് ഇതിലാക്കി വെച്ച് എന്നിട്ട് നമുക്ക് രണ്ടെണ്ണം എടുത്ത് വറുത്ത് നോക്കാം. നമുക്കിനി ഇതിൽ നിന്നും ഒന്ന് രണ്ടെണ്ണം എടുത്ത് ഒന്ന് വറുത്ത് നോക്കാം. ഞാനൊരു ഫ്രൈങ് പാൻ വെച്ചിട്ടുണ്ട്. ഒരു സ്റ്റീലിൻ്റെ ചീനിച്ചട്ടിയാണ്. നമ്മളെ പപ്പടം പൊങ്ങുന്ന പോലെയൊന്നും പൊങ്ങിയൊന്നും വരില്ല കേട്ടോ. പക്ഷേ നമുക്ക് ഇതുപോലെ വറുത്ത് കോരിയാൽ ചോറിൻ്റെ പൊടിയോ ചായൻ്റെ പൊടിയോ ഒക്കെ കൂട്ടാം. ഇരുള്ളോണ്ട് ചോറിൻ്റെ പൊടി കൂട്ടാം. അധികം നേരം വേവൊന്നും വേണ്ട കേട്ടോ, ഇത്രയും മതി. ഇതാ ഇപ്പം നല്ലതായിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലെല്ലാം ഉണ്ട്. കാരണം നമ്മളിതിൽ കരിഞ്ജീരകം, മുളക്, നല്ല ജീരകം എല്ലാം ഇട്ടിട്ടുണ്ട്. ഒന്നുകൂടെ ഇട്ട് നോക്കാം. അപ്പോൾ ഇതാ, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ കൊടുക്കുക. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം അപ്പോൾ നിങ്ങൾക്ക് എത്തും. ഒന്നുകൂടെ അത്രയും മതി. അയ്യോ, അതങ്ങോട്ട് തന്നെ ഉള്ളൂ. ഇത്രയും മതി. ഇനി ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യണം. ബാക്കിയുള്ളത് സൂക്ഷിക്കാനാണ് കേട്ടോ. ഇതപ്പം ഞാൻ വറുത്ത് കോരി വെച്ചത്. നമുക്ക് നോക്കാം ഇതെങ്ങനെയുണ്ട് എന്ന് കേട്ടോ. ഓ, ചൂടാണ്. ആദ്യം വറുത്തതെടുക്കട്ടെ. ഉണ്ടോ, നല്ല ക്രിസ്പിയാണ്. യമ്മി യമ്മി മീൻസ് ഓ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പറ്റിയാൽ ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് ശ്രമകരമായ ജോലിയാണ്, എന്നാലും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. അടുത്ത വീഡിയോ വരുന്നവരേക്കും ഗുഡ് ബൈ.